പിടിച്ചോ. അപ്പുറത്താണ് പോണത്. ചാടി കടിയാണ് പാറവള സ്മാഷ്. അവിടെ അവിടെ കളിക്കുമ്പോൾ ഇവിടെ അടിക്കാൻ പറ്റുമോ? റെഡി? അച്ഛാ, അച്ഛന്റെ പുന്നാര മോള് ഇതാ വരുന്നുണ്ടേ. എക്സാമിന് മിക്കവാറും തോറ്റു എന്നാ തോന്നുന്നത്. മുഖം ഇരിക്കണ നോക്കിയേ. വിഷമിച്ചു വരുന്നു. എന്ത് മോളെ? അതെ, എന്റെ കൂട്ടുകാരി അമ്മു ഇല്ലേ? അമ്മുവോ? മറ്റേ ശ്രീകൃഷ്ണ ജയന്തിക്കാന്ന് വന്നത്. അമ്മുവിന്റെ അമ്മ മരിച്ചുപോയി. അയ്യോ, എങ്ങനെ? അത് അവളുടെ അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്ന് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു ഇന്നലെ. ആ വഴക്കിനിടെ ആന്റി പിടിച്ച് തള്ളി ആ ചുമരില് കയറി തലയിടിച്ചു. അല്ലപ്പോ ഈ നാട്ടുകാരും കേട്ടില്ലേ മോളെ ഈ വഴക്ക്? അത് എന്നും ഓരോ വീട്ടില് വഴക്കാണ് മാമ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച ആരും വന്നില്ല. അവളുടെ അമ്മ ഭയങ്കര പാവമായിരുന്നു മാമ. ചില ആണുങ്ങൾ അങ്ങനെ മോളെ, ഭാര്യമാരെ അവര് ചെണ്ടയെ പോലെ ആകരുത്. മദ്യപാനമാണ് മാമ എല്ലാത്തിനും കാരണം. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയേ അച്ഛൻ വെള്ളം അടിക്കാത്ത സമയത്ത് ഭയങ്കര സ്നേഹമാണ് അവളടുത്തുനിന്ന്. അല്ലെങ്കിൽ മദ്യം ഉള്ളിൽ ചെന്നാ മനുഷ്യ മൃഗം ആവുമല്ലോ. അല്ല പിന്നെ എല്ലാവരും ഒന്നും അങ്ങനെയല്ല മോളെ. അതായത് എന്റെ അഭിപ്രായത്തില് നമ്മൾ മദ്യത്തെ കുടിക്കാനേ പാടുള്ളൂ, അല്ലാതെ മദ്യത്തിന് നമ്മളെ കുടിക്കാൻ അനുവദിക്കരുത്. നല്ല ബെസ്റ്റ് ന്യായം. താങ്ക് യു. കുപ്പി തന്നെ എഴുതിയിട്ടുണ്ടല്ലോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് വായിക്കായിരുന്നു. അയ്യടാ, എന്നിട്ട് എടുത്ത് കുടിക്കുക. ഒന്നെങ്കിൽ കുടിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കും, അല്ലെങ്കിൽ മരിച്ചു പോകും. രണ്ടായാലും കുടുംബത്തിനല്ലേ നഷ്ടം. എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? നിന്റെ പറച്ചിലോട്ട് ആണുങ്ങൾ മാത്രം പെണ്ണുങ്ങളൊന്നും കുടിക്കൂലേ? അത് ശരിയാണ്. പക്ഷെ പണ്ട് പെണ്ണുങ്ങളൊന്നും കുടിക്കില്ലായിരുന്നു. ഇപ്പോഴും പിന്നെ ചില പെണ്ണുങ്ങളെ കുടിക്കുന്നത് കേൾക്കണുണ്ട്. അണ്ണ ഈ കുടിക്കത്തൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് ആണുങ്ങൾ മാത്രമേ കുടിക്കാവൂ? അതെ, വേണമെങ്കിൽ പെണ്ണുങ്ങൾ കുടിക്കണം, ഇല്ലെങ്കിൽ കുടിക്കണ്ട. അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അതാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ജംഗ്ഷനിൽ പോയിട്ട് ഘോര മറ്റേ കടയും ചായയും കുടിച്ചോണ്ട് പ്രസംഗിക്കും. മറ്റേ ഇക്വാലിറ്റി, പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ വേറെ ഇല്ല, മറ്റേതാണ് മറിച്ചാണ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ട് പെണ്ണും വെള്ളം ആക്കി അങ്ങോട്ട് കണ്ടുവിട്ടിട്ട് എന്തിനാണ് ഇതിട്ടോണ്ടിരിക്കണത്? നീ അത് കൊടുത്ത എന്തിന്? നീ കള്ള് കുടിക്കണ എന്തിന്? കുടിക്കാതിരുന്നാ എന്ത്? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമില്ലേ? അത് വേണമെങ്കിൽ കുടിക്കുന്നില്ലേ? ഇല്ല. അതങ്ങൾ പറഞ്ഞ ശരിയാ. എനിക്ക് എല്ലാ പെണ്ണുങ്ങളുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കാര്യമല്ലേ എനിക്കറിയാവുള്ളൂ. ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം വെച്ച് ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല, ഇനിയോട്ട് കുടിക്കാനും പോകണില്ല. മനസ്സിലായോ? എന്റെ അണ്ണനും കുടിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതാ അപ്പച്ചി പറഞ്ഞ ശരിയാ. ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ എന്റെ അച്ഛൻ ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, നമ്മള് പറഞ്ഞില്ല കുടിക്കണമെന്നൊന്നും. എന്റെ അളിയാ, സത്യം പറയാലോ, എനിക്ക് എത്രയോ അവസരങ്ങൾ കിട്ടിയിരിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ, അതുപോലെ ബാങ്കിൽ ഓഫീസിൽ സ്റ്റാഫ് ഫ്രീ ആയിട്ടും, പിന്നെ അല്ലാതെ ബാങ്കിൽ സ്റ്റാഫിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ പോലും. പക്ഷെ ഇന്ന് വരെ ഞാനൊന്ന് രുചിച്ചു നോക്കിയിട്ടില്ല. അറിയാമോ? എന്തോന്ന് കുടിക്കൂല. ചേട്ടാ, നമ്മള് പറഞ്ഞില്ല കുടിക്കേ. എന്റെ ചിന്നു, ഇതേ ഞങ്ങൾ അങ്ങ് സ്ഥിരം മദ്യപിച്ചുകൊണ്ട് നടക്കുന്നവരൊന്നും അല്ല. അത് ഞങ്ങളുടെ സ്ഥിരം സ്വഭാവമല്ല. വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ചില കഴിക്കും. അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റൂല. കുടിക്കാതെ ആരും ആഘോഷിക്കുന്നില്ല. കുറെ ന്യായം വേണ്ടേ? നാളെ ന്യൂ ഇയർ. ഇന്നത്തോടെ എല്ലാ പരിപാടി അവസാനിപ്പിച്ചോ, മദ്യപാനം നിർത്തിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണം നടക്കും, അല്ലെങ്കിൽ അത് നടക്കില്ല. കേട്ടല്ലോ? എന്നെ വിട്ടേക്ക്. അതെ, അവളെ വേറെ കാര്യമുണ്ട്. അവള് പറഞ്ഞതാ. അതെ, എന്റെ അനിയത്തിയാ, നല്ല വാശികാരി അവള്. ഒന്ന് കരുതിയിരുന്നോ? അറിയാലോ അപ്പച്ചി സ്വഭാവം. അതെ, പിങ്കി കരഞ്ഞോണ്ട് അകത്തോട്ട് കേറി പോന്ന കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമായി. അത് ശരി തന്നെ. യവക്ക് ഇത്രയും സങ്കടം വന്ന സ്ഥിതിക്ക് അവിടെ കൂട്ടുകാരി അമ്മൂന് എന്തുമാത്രം സങ്കടമായിരിക്കും. ഞാനൊരു തീരുമാനമെടുത്തടാ. ഈ 2022 ഞാൻ മദ്യപിക്കത്തില്ല. ഞാൻ മദ്യപാനം നിർത്തിയടാ. അയ്യേ, അല്ല നിർത്തി. ഇതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ? അല്ല അത് വേണ്ടടാ, ഞാൻ നിർത്തി. അണ്ണ ചുമ്മാ അണ്ണ. ഞാൻ ചിന്നുവിന്റെ അടുത്ത് ഞാൻ ഒന്ന് പോയിട്ട് കേട്ടു. എന്താണ് ഇപ്പൊ കുഴപ്പം അറിയണമല്ലോ. അണ്ണ എന്താണ് ഈ പറയണത്? ചിന്നു, ഇവിടെ വന്ന് ഇങ്ങനെ ഇപ്പൊ ഇരിക്കുക, ഇവിടെ എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ല. ഒന്നും ഉണ്ടായില്ലേ?
ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട മാക്സിമം ഞാൻ അനുഭവിച്ചതാണ്, അറിയാലോ. ഇനി എന്നെ കൊണ്ട് പറ്റൂല, തീർന്ന് അത് അവിടെ അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചോ. ഇനി ഒരാളെ അങ്ങനെ കുടിക്കുന്ന ഒരാളെ ചുമക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ ഈ പറച്ചിലോട്ടൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് എല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് വിചാരിക്കുമല്ലോ. ആണ് അല്ലേ? ഞാനാ അല്ലേ? ഞാനാ ജോലി വാങ്ങാൻ പറഞ്ഞോ, ഞാൻ പുറകെ നടന്ന് പറഞ്ഞോ, കേട്ടോ? അന്നേരം കൂട്ടുകാരുടെ കൂടെ കളിച്ചു നടന്നു, ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ നിന്റെ ചേട്ടൻ നിന്നെ പിടിച്ച് ഉടനെ ഞാൻ കെട്ടിച്ചു വിടുവന്നു. ഞാൻ അങ്ങനെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്പൊ കുടിക്കണമെങ്കിൽ അതിനൊരു കാരണക്കാരൻ നീ ഞാനാ. ആ അതുവരെ ഞാൻ കുടിക്കാന്നില്ല എന്നല്ല, എനിക്കത് ഒരാവശ്യം ഇല്ലായിരുന്നു. നീ പോയതിനു ശേഷം തന്നെ ഞാൻ കുടിക്കാനും ഇതൊക്കെ നടക്കാനും തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി കുടിക്കണ്ട. ഈ ന്യൂ ഇയറിന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിന്നിയുടെ പിന്നെ മറന്നേക്ക്. നിന്റെ സമ്മതം വാങ്ങിച്ചിട്ടല്ല ഞാൻ നിന്റെ പുറകെ നടന്നതും പണ്ട് കാത്തിരുന്നതും ഇപ്പൊ പുറകെ നടക്കണം ഒന്നും നിന്റെ സമ്മതം വാങ്ങിച്ചിട്ടല്ല. അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ നിന്റെ സമ്മതം വേണ്ട. ഞാൻ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത് നടത്തുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അത് ന്യൂ ഇയർ കഴിയിട്ട് ഇപ്പൊ ഞാനും മണിക്കൂറിനും കൂടെ പലതും പ്ലാൻ ചെയ്ത് ഞാൻ ന്യൂ ഇയറിന്റെ കാര്യം തിരിക്കണം. അപ്പൊ നീ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. എനിക്ക് നീ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. എന്നാ പറയണ്ട. മാമ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ചോദിച്ചോ. മാമൻ എപ്പോഴെങ്കിലും മദ്യപാനം നിർത്തണോന്ന് തോന്നിയിട്ടുണ്ടാ? എപ്പോഴെങ്കിലും മദ്യപാനം നിർത്തണോന്ന് തോന്നിയിട്ടുണ്ടാ? ഞാൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളല്ലല്ലോ. വല്ലപ്പോഴും ഒരു സ്മാള് കഴിക്കും നമ്മുടെ കൂട്ടുകാരെ ഒത്ത്. അതെന്റെ ഒരു ശീലമേ അല്ല. അങ്ങനൊന്നുമില്ല, ഈയിടെയായിട്ട് മാമൻ സ്ഥിരം ഉണ്ടെന്നാണ് തോന്നണം. അയ്യേ എടി അതെ, അതെന്ന് പറഞ്ഞാലേ മാമൻ വീട്ടിലായിരിക്കുമ്പോ നല്ലപോലെ ജോലി ചെയ്യത്തില്ലോ. പാടത്തും പറമ്പത്തും ഒക്കെ നന്നായിട്ട് ജോലി ചെയ്യും. ജോലിക്കാരുടെ കൂടെ ഒന്ന് ഞാനും രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യും. എന്നിട്ട് വൈകിട്ടാകുമ്പോ അതിന്റെ ആ ക്ഷീണത്തിന് ജോലിക്കാരെല്ലാം കൂടെ ചേർന്ന് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി ഇച്ചിരി മുളയമ്മന്തിയൊക്കെ ഉടച്ച് അതിനൊരു സ്മാളും കൊടുക്കുക എല്ലാവരുടെ കൂടി ഇരുന്ന് കഴിക്കും. അപ്പൊ ഞാനൂടെ കൂടും. ഞാൻ അങ്ങനെ ജോലിക്കാരെന്നോ മുതലാളിന്നോ ഉള്ള ഒരു വ്യത്യാസമൊന്നും ഞാൻ കാണിക്കത്തില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി കഴിക്കും, അത്രേ ഉള്ളു കാര്യം. അതെ അതെ, വല്ലപ്പോഴും ഇങ്ങനെ മോളെ, വല്ലപ്പോഴും അല്ലേ എന്റെ മണിക്കൂട്ടാ. ഞാൻ അറിയുന്നുണ്ട് അച്ഛൻ അറിയാതെ ആ തൊടിയിലും ആ പാടത്തും ഒക്കെ ഇരുന്ന് മണിക്കൂട്ട സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന കാര്യം. അല്ല അതല്ലേ, ആകെപ്പാടെ ഒരു 3-4 തവണ തൊടിയിലിരുന്ന് മദ്യപിച്ചു കാണും. അല്ല, ആറ്റിങ്കരയിൽ ഞാൻ മണിക്കൂട്ടിട്ട് പറയും ചെയ്ത് ആറ്റിങ്കരയിലൊക്കെ ഇരുന്ന് മദ്യപിക്കുന്ന കാര്യം. അയ്യേ, അത് 2 തവണ കഴിച്ചിട്ടുള്ളല്ലേ ആറ്റിങ്കരയിൽ ഇരുന്ന് കഴിച്ചത്. മണിക്കൂട്ട ആറ്റിങ്കരയെന്നല്ല, എല്ലായിടത്തും മണിക്കൂട്ട പറമ്പ് ഇഷ്ടംപോലെ കിടക്കല്ലേ, ഏക്കർ കണക്കിന്. അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടുതലൊക്കെ അറിയുന്നുണ്ട്. ഞാൻ അറിയുന്നുണ്ട്, ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇതിനൊക്കെ ഓരോ ന്യായീകരണങ്ങളുണ്ട്. എന്താന്നാ, ക്ഷീണം, പണി ചെയ്ത് തളർന്നു വന്ന്, സങ്കടം വന്നു, സന്തോഷം വന്ന് തുടങ്ങും ലേശം, പിന്നെ അവസാനം കുടിച്ച് അലമ്പ. ആര്, ഞാനോ? അല്ല, എല്ലാവരുടെ കാര്യവും തന്നെ എല്ലാവരുടെ കാര്യവും ഞാൻ പറഞ്ഞത്, മണിക്കൂട്ടിനെ മാത്രമല്ല. കുടിയന്മാരെല്ലാരും ഇങ്ങനെ തന്നെ. അളിയൻ അങ്ങനെ കുടിയന്മാരെ അങ്ങനെ താഴ്ത്തി കെട്ടിയൊന്നും വേണ്ട. പിന്നെ അതെ, ഈ കുടിയന്മാരുടെ കാശ് കൊണ്ടാ സർക്കാർ പലതും, എല്ലാ സർക്കാരും നിലനിന്ന് പോകുന്നത്. അളിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അളിയ? എല്ലായിടും ബേളമാണെങ്കിലും ബിറേസിന്റെ മുമ്പിലെ ക്യൂവിൽ എന്തെങ്കിലും ബേളമുണ്ടോ? എന്തൊരു ഒത്തൊരുമയാ. അത് വേണ്ട അളിയ, ഇങ്ങോട്ട് പോയി. അതെ, ഈ എന്തെല്ലാം സാധനങ്ങൾക്ക് വില ഇവിടെ കൂടി. പെട്രോളിന് വില കൂടി, മറ്റ് പലചരക്കിന് കൂടി, പച്ചക്കറിക്ക് കൂടി, എന്തെല്ലാം സമരങ്ങളും ബന്ധും നടത്തി. മദ്യത്തിന്റെ വില എത്ര തവണ കൂടി. എന്നിട്ട് ഒരു ചെറുവിരൽ ഈ മദ്യപാനികളെ അനക്കിയിട്ടുണ്ടോ? ഇല്ല, അവർക്ക് പ്രതിഷേധമില്ല. എത്ര വില കൂടിയാണ്. അതാണ് മാന്യത. അല്ല ചുമ്മാതെ പിന്നല്ലാതെ അങ്ങോട്ട് പറഞ്ഞോളാം. അങ്ങോട്ട് കേട്ട് പിന്നെ അല്ല, എന്തോന്ന് പറഞ്ഞു കൊടുക്കേ. ഞാൻ ഒരു കാര്യം പറയാം രാമ, ഞാൻ ജിന്നുവിൻ്റെ കൂടെ നിൽക്കുള്ളൂ കേട്ടോ. അവള് ഒന്നാമത് നല്ല അനുഭവം ഉള്ളവളാണ്, മദ്യപാനിയുടെ കൂടെ ജീവിച്ച്. അതുകൊണ്ട് അവള് പറയുന്ന കാര്യമാണ്. ഇനി അവളുടെ കണ്ണീര് കാണാൻ ഞാനില്ല. അതുകൊണ്ട് ശരിയാവില്ല, ഞാൻ അംഗീകരിച്ചു തരില്ല. ഇത് ശരിയാവില്ല, നോക്കിക്കോ. അച്ഛാ, ഇവരെ പറഞ്ഞില്ലേട്ടോ നമ്മൾ മുഴു കുടിയന്മാരെ പോലെയാണല്ലത്. ചുമ്മാതെ ഓരോ കാര്യങ്ങള്, ചുമ്മാതെ വേണ്ടാത്ത കാര്യങ്ങള്. അതെ, അറിയാല, അപ്പച്ചി അച്ഛനും ഒരേ വാശിക്കാരാണ്. എന്ത് വന്നാലും നിങ്ങളുടെ കുടിപ്പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം വാശിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ വാശി ഉണ്ടോന്ന് ചോദിച്ചാ വാശി ഉണ്ട്, എന്നാലും എന്നാ ഒട്ട് വാശി ഇല്ല. പക്ഷെ അപ്പച്ചിയുടെ അത്ര വാശി നിങ്ങക്ക് 2 പേർക്കും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ന്യൂ ഇയറിന് കുടിക്കണോന്ന് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ ഒരു വഴിയുണ്ട്. അതുണ്ടല്ലോ, അവിടെ അങ്ങോട്ട് ആ വഴി പോണോന്നെല്ലാം പറഞ്ഞോണ്ടല്ലോ പെണ്ണെ.
അങ്കളെ നീ പറയടി, ഒരുമാതിരി അടിക്ക കോമഡി എങ്ങനെ അടിച്ചോണ്ടല്ലോ. പറ, നീ പറ. ആ ജംഗ്ഷനിലുള്ള മരിയ ബേക്കറി അറിയാലോ രണ്ടുപേർക്കും. അവിടെ 15 രൂപയ്ക്ക് ഫ്രൂട്ട് ബിയർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. 15ആണെന്ന് തോന്നണം. അത് മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെറിയ കിക്കൊക്കെ കിട്ടുമെന്നാണ് എന്റെ ഫ്രണ്ട്സ് പറയാന്നുള്ളത്. ശരി, നിന്റെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് മേടിച്ചടിച്ചാൽ ചെറിയ കിക്കല്ലേ. എന്തോ പറയാനാ. അണ്ണാ ഈ ചിന്നു പറഞ്ഞ കാര്യമൊക്കെ തന്നെ മനസ്സിലായി. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മളെ രീതികളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഞാൻ കണ്ട മരുഭൂമിയിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് കിടന്ന് ബുദ്ധിമുട്ടിയിട്ട് അവസാനം കൂട്ടുകാരന്മാരെന്ന് അവന്മാര് ഭാര്യയും കൊച്ചുമായിട്ട് അവന്മാരെ അങ്ങ് പോകും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ജോലിയുടെ ക്ഷീണം മാറ്റാനായിട്ട് 2 പേക്ക് അടിക്കണം. അതടിക്കണം, അത് വല്ലപ്പോഴും അടിക്കണം, എന്നാലും നമ്മുടെ ക്ഷീണം മാറും. അതാണ്, അതങ്ങ് പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റും. ആ ശീലം പറ്റത്തില്ല. അത് പറഞ്ഞ ആർക്കും മനസ്സിലാവേയില്ല. കണ്ടില്ല എന്നതാണ്. എടാ, ഈ ചിന്നുവിനെ സംബന്ധിച്ചിടത്തോളം അവളൊരു പിടിവാശിക്കാരി. അത് പണ്ട് മുതലേ പിടിവാശിക്കാരിയാ. ഇപ്പൊ ഉള്ളിലൊന്നുമില്ലെന്നു, കൊച്ചു പിള്ളേരെ സ്വഭാവ എന്ന് വെച്ചാലേ ജീവിതത്തിൽ ഇതുവരെ ഒരു സന്തോഷമോ കാര്യങ്ങളോ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാം പേടിയായിരിക്കും. മദ്യപാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. അതുകൊണ്ടായിരിക്കും അവളെ. അപ്പൊ എന്റെ ബെറ്റൊക്കെ പോട്ട്. അല്ലല്ല, ബെറ്റ് നീ ജയിക്കും. ബെറ്റ് നീ ജയിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിപ്പിക്കും. അതിനുള്ള വഴി എണ്ണം പറ. അല്ല, അതിനൊരു വഴി ഉണ്ട്. സത്യം പറഞ്ഞ കുഞ്ഞളിയാ, ഈ ന്യൂ ഇയർ ആയിട്ടേ അളിയന്റെ കൂടെ നിന്ന് വെള്ളമടിക്കാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര 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 സന്തോഷമുണ്ട്. അതെ, എനിക്കൊരാഗ്രഹമുണ്ട്. സാധിച്ചു തരുമോ? പാട്ട് പാടണമെന്നായിരിക്കും. എനിക്കൂടെ നിന്റെ കൂടെ ദുബായി വന്നിട്ട് അവിടുത്തെ ബുർജ് ഖലീഫ ഉണ്ടല്ലോ, ബുർജ് ഖലീഫ, അതിന്റെ 101ാമത്തെ നിലയിലിരുന്ന് മാളടിക്കണം. അടിക്കും. സാധിച്ചു തരുമോ? സാധിച്ചു തരുമോ? 101ാമത്തെ നിലയിൽ, 103ാമത്തെ നിലയിൽ നമ്മൾ അടിക്കും. അതിന് മേളോട്ട് പോകണ്ട, ചിലപ്പോ വിമാനം തട്ടും മേളിൽ. സത്യം പറഞ്ഞല്ലേ, ഇപ്പോഴത്തെ മൂടിന് ഒരു പാട്ട് പാടാൻ തോന്നുന്നു. ഞാൻ ആദ്യമേ പാടി. അല്ല, നീ പഠിക്കൂ, നീ പഠിക്കൂ. ഞാൻ എന്റെ വായ്ത്താരി ഞാൻ പാടാം. വായ്ത്താരി അതല്ലേ പാടുന്നത്? അതെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ട് വേണം കുഴൽ വേണം കുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ പെണ്ണെ കുയിലാളെ ഒട്ടു വേണം കുര വേണം ആ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാട്ടി ഒട്ട് വേണം കുഴൽ വേണം കുരവ വേണം. കണ്ട എത്ര പ്രാവശ്യം നീ ഇവനോട് പറഞ്ഞു കണ്ടു കേട്ടോ? അപ്പൊ ഇവൻ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടോ, നിന്നോട് സ്നേഹം ഉണ്ടോ? എങ്കിലും ഇത് ചെയ്യുമോ? നീ എപ്പോഴും പറയല്ലോ മണിക്കുട്ടണ്ണനാണ് എല്ലാം നിന്നെ മനസ്സിലാക്കുന്നത്, മണിക്കുട്ടണ്ണനാണ്. അങ്ങനെ കൂടെ ചേർന്നിരുത്തിയാണ് ഇവനോടാണ് നീ ജീവിക്കാൻ പോണേ, ആണോ? നീയൊന്നും നന്നാവൂല. അളിയന് അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് ന്യൂ ഇയർ ആയിട്ട് ഇച്ചിരി ഞങ്ങള് വെള്ളം അടിച്ചു. അളിയന് അതുകൊണ്ട് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കത്തില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അല്ല, ഇവന്റെ കൂടെയാണ് കെട്ടിയ ഒരു കള്ളി കൂടി കൂടെ ജീവിച്ചതിന്റെ അനുഭവം ഉണ്ട്. അല്ല, അങ്ങനെ ഇവന് അത്ര സ്നേഹം ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. അളിയൻ അങ്ങനൊന്നും കൂടുതൽ പറയണ്ട. അവളെ വേറെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവനെ വേറെ നല്ല 1-ാം തരം പെങ്കൊച്ചുങ്ങളെ കൊണ്ട് വേണ്ട, നീ ഇവന്റെ കൂടെ ജീവിക്കണ്ട. കണ്ട അവളുടെ മോൻ നോക്ക്, നീ നിന്നെ ഇപ്പോഴും ജീവനും സ്നേഹിക്കാണ് അവള്. മൂന്ന് നോക്കട്ടെ. ശരിയാണ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതുപോലെയല്ല, കേട്ടല്ലോ. ഇനി ഈ ബന്ധം നടക്കൂല, ഇത് വേണ്ട, കേട്ടല്ലോ അണ്ണാ. മണിക്കുട്ടാണ്
എടി ചിന്നു, നീ ഇത്രയും പൊട്ടിയായി പോയല്ലോ. ഭയങ്കര തമാശ. എടി, ഇത് ഞങ്ങളെ കഴിച്ചിട്ടില്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു നാടകമല്ലേ. അപ്പൊ അതോ? കോളാ. കോള ഏതാ? അത് കോളയൊന്നും അല്ല. അയ്യേ, ഇത് വെറും കോള ഇത്. നല്ല ഒന്നാം തരം കോളാ. നീയോ? നോക്ക് നോക്ക്. നീ കുടിച്ചു. ഇച്ചിരി ഒന്ന് കുടിച്ചു നോക്ക്. നീ കുടി. കുടിച്ചു നോക്ക്. അന്ന് പറ്റിയതുപോലെ എന്തെങ്കിലും പറ്റും. അന്നും പറ്റിയ പോലെ ഒന്നും ഒന്നും പറ്റുന്ന പോലെ ഒന്നും പറ്റില്ല. നീ ഒന്ന് കുടിച്ചു നോക്ക്. കുടിച്ചു. ഇച്ചിരി അവ കൂടെ കൊതി വിടുന്നു അവിടെ ഇരുന്ന്. എന്ത്? കൂടെ അതുകൂടെ കൊടു. ബാക്കി അളിയനങ്ങ്. പിന്നെ പറ്റിച്ചല്ലേ? പിന്നെ അല്ലാതെ നിനക്ക് വാക്ക് തന്നെ നമ്മൾ കുടിക്കുമോ നിനക്ക് തോന്നണം? ഇത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അളിയന് സംശയമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. അതാണ്ട് കുപ്പി നോക്ക്. കോളയുടെ ടേസ്റ്റ് ആയിട്ടാ എനിക്ക് അറിയാം. അളിയനോട് ഒരു ഗ്ലാസ് കൊടുക്ക. വിശ്വാസം വരുന്നില്ല. വിശ്വാസം വരും. നീ കുടിക്ക്. ഹാപ്പി ന്യൂ ഇയർ. കൊടുക്ക. അണ്ണാ കുടിച്ചോ. വേണ്ട, കൂടി അച്ഛാ. ധൈര്യമായിട്ട് കുടി. ഇത് ആൽക്കഹോളിന്റെ മണം. ആൾക്കോളിന്റെ ഇത് ഇന്ന് വരെ കുടിച്ചിട്ടില്ലെന്ന് പറയുന്ന ആൾക്കോളിന്റെ മണമെന്നും പറയും. കോള ഓടാ. കയ്പും മധുരവും. ഇതൊന്നിത്. അതാണ് കോളയുടെ ടേസ്റ്റ്. വല്ലപ്പോഴും കോളയെങ്കിലും വാങ്ങിച്ചു കുടിക്കണ വഴിയാ. ഇപ്പോഴത്തെ കോളയ്ക്ക് ഈ ടേസ്റ്റാ. പറ്റിച്ചിരിക്കുന്നു. എന്തെല്ലാം പറഞ്ഞേക്കണ്. കണ്ടല്ല. എന്നാലും ഒരു ചവർപ്പം. ഒന്നുകൂടെ വേണോ? ചവയ്ക്കണ. വേണ്ട, ഒരു നെഗറ്റീവ് പറഞ്ഞു കേട്ടോ. ഒരു ചെറുകൂടെ. കോളയുടെ ഗ്യാസ്. ഞാനും പേടിച്ചു കേട്ടോ സത്യത്തില്. നിങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോഴേ അളിയൊരു മണം പോലെ തോന്നിയില്ലേ? അത് ഇതിന്റെ ഒരു ഫ്ലേവറാണ്. എന്തെങ്കിലും ആവും. എന്നാലും കുറച്ച് കൂടിപ്പോയി മണിക്കൂട്ടാ. ഞങ്ങൾ പോട്ടാ. ഹാപ്പി. അപ്പൊ ഇനി കുടിക്കത്തില്ലല്ലോ. ഇടി എന്നേ കൂടി നിർത്തി ഇവിടെ. തലയത്തോട് സത്യം ചെയ്യും. എന്നാ എന്റെ തല പൊട്ടിത്തെറിക്കരുത്. എന്തിന്? മര്യാദയ്ക്ക് സത്യം ചെയ്യും. കൈ കാണിച്ചു. മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. വിടർന്ന് മണി, നമ്മളിവിടെ കുടിയൊക്കെ നിർത്തി. പക്ഷെ പലരും വിടർന്ന്. നോക്ക്. എന്തോന്ന്? നമുക്കറിഞ്ഞൂടാ. നോക്ക് രവിയേട്ടൻ. കുടിയന്മാരെ പുച്ചോന്നോ എന്താണോ നമുക്കറിഞ്ഞൂടെ. എന്തൊക്കെയായിരുന്നു അളിയൻ പറഞ്ഞത്? നമുക്ക് നോക്കാം. അച്ഛാ, അണ്ണാ, ഇത് എന്താണ് ഇത്? എടി നല്ല മൂട് പാടട്ടെ. മണി ഇല്ല ഇവിടെ. മണിക്കുട്ടി ഉണ്ടല്ലോ. ഇല്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ ആണ് എനിക്ക് കല്യാണത്തിന് ശേഷം. മോളെ റിങ്കി. റിങ്കി ഇതാ ഇവിടെ. റിങ്കി, പിങ്കി, പിങ്കി. മണി, ചിന്നു. രാമൻ പാവാടി. അവന് നിന്റെ സ്നേഹമാ. ഇത്ര നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അളയാ രാമ, എന്തോ അറിയാമോ എന്ത് പറ്റിയ? എന്റെ മണിക്കുട്ടി ഇല്ലാത്ത ആദ്യത്തെ ന്യൂ ഇയർ അളിയാ ഇത്. അവള് പുലികളെ പോയി. ചിരി പോലെ. അളിയേ, ഇത് എത്ര? 1, 8. അളിയാ, എന്റെ വിഷമം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. മോളെ, അമ്മ കല്യാണത്തിന് ശേഷം ഇന്ന് വരെ ന്യൂ ഇയറിന് അവൾ എന്റെ കൂടെ ഇല്ലാതെ മോഡ് സെന്റി മോഡ്. എടി ഇത് മണിക്കുട്ടനല്ലേ നിനക്ക് വിശ്വാസം? രാമനുണ്ണി ഒരു കള്ളനാണ്. സ്രാവ് പഠിച്ചു. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അളിയനാ. നേരത്തെയൊക്കെ ഇഷ്ടംപോലെ കുപ്പിക്കണക്കിന് അടിച്ച കണ്ടീഷനാ. അളിയ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് അടിച്ചില്ല. ചുമ്മാ കള്ളം പറയും. മോളെ, ഞാൻ കുടിച്ചില്ല. ഇല്ല. പിന്നെ എന്തോന്നിങ്ങനെ? ആരും ഇൻജക്ഷൻ ആയിട്ട് കൊടുത്തേണത്. അളിയ എനിക്ക് കോള തന്നില്ലേ? കുറച്ചുകൂടി ഉണ്ടോ? കണ്ടോ? അതെ, ഞാൻ കുടിച്ചു. അണ്ണൻ ഇത് പരിചയമില്ലാത്ത കോള ഒരു ടച്ച് അല്ല, അത് മിക്സ് ആണ്. ഇത് വല്ല മീൻകറിയെല്ലാം എടുത്തോണ്ട് കഴിക്കാൻ നിങ്ങള്. ഞാൻ കുടിച്ചില്ല. എന്റെ അളിയ ഒന്നും പറയണ്ട മക്കളെ.
അച്ഛനൊരു വ്യത്യാസം വന്നിട്ടില്ലേ? ഭയങ്കരമായിട്ട് കഴിച്ചതിന്റെ ഒരു എഫക്റ്റ് വന്നില്ലേ? ഉണ്ടോ? ഇല്ല മോളെ. വാട്ടർ സാധനം നേരത്തെ കഴിക്കുന്ന സാധനം അറിയാ അനാവശ്യം പറയരുത്. കണ്ണാവശ്യം പറയില്ലെന്ന് കണ്ണാവശ്യം. എന്റെ ചിന്നു, എന്റെ ചിന്നുവിനെ പൊന്നു പോലെ നോക്കണം. ആ അതവിടെ കേട്ടെ. അതിപ്പോ ഈ ചിന്നു ഇതേ ഈ ചിലർ പിന്നെ ഈ ന്യൂ ഇയറിന് ചിലർ പറയും നാളെ മുതൽ ഞാൻ കുടി നിർത്തും പുതുവർഷത്തെ ഞാൻ കുടിക്കത്തില്ലെന്നൊക്കെ പറയും. അത് നമ്മള് ഏ? പിന്നെ ചിലര് നാളെ അവിടെ കുടി ഉറക്കി എന്ന് പറയും. അല്ല അങ്ങനെ പറയുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്ന ചിലരുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുടി നിർത്താനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ ന്യൂ ഇയറിന് നിർത്തണമെന്നില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് അത് ഏത് ദിവസം വേണമെങ്കിലും നിർത്താം. ആളിയാ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ.